സമഗ്രയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ചെയർസ് ആർ മെയ്ഡ് ഡാഷ് വുഡ്. ഓപ്ഷനിൽ ഫ്രം, ഓഫ്, വിത്ത്, ഇന്ന്. മെയ്ഡിനോടൊപ്പം ഓഫ് ചേർത്ത് പറയാറുണ്ട്, മെയ്ഡിനോടൊപ്പം ഫ്രം ചേർക്കാറുണ്ട്, മെയ്ഡിനോടൊപ്പം ഇന്ന് ചേർത്ത് പറയാറുണ്ട്. മെയ്ഡ് ഓഫ് പറയാറുണ്ട്, മെയ്ഡ് ഫ്രം പറയാറുണ്ട്, മെയ്ഡ് ഇന്ന് പറയാറുണ്ട്. ഒരു വസ്തുവിന് രൂപമാറ്റം വരുത്താതെയാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മെയ്ഡ് ഓഫ് പറയുന്നു. ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വസ്തുവിന് രൂപമാറ്റം വരാതെയാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കിയത് എന്ന് പറയാൻ മെയ്ഡ് ഓഫ് പറയുന്നു. എന്നാൽ ഒരു വസ്തുവിന് രൂപമാറ്റം വരുത്തിയാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കിയത് എന്ന് പറയാൻ വേണ്ടി മെയ്ഡ് ഫ്രം പറയുന്നു. ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വസ്തുവിന് രൂപമാറ്റം വരുത്തിയാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കിയത് എന്ന് പറയാൻ മെയ്ഡ് ഫ്രം പറയുന്നു. ഒരു രാജ്യത്ത് നിർമ്മിച്ചു ഒന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിർമ്മിച്ച സാധനം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മെയ്ഡ് ഇന്ന് പറയാം. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ചൈന, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ നോക്ക്, ചെയർസ് ആർ മെയ്ഡ് ഡാഷ് വുഡ്. ഇവിടെ വുഡിന് രൂപമാറ്റം വരുത്തിയ ചെയർ വന്നപ്പം, അല്ലെങ്കിൽ ചെയർ ആക്കിയപ്പോഴത്തേക്കും ആ തടി അതുപോലെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മെയ്ഡ് ഓഫ് എന്ന ഉത്തരമായിട്ട് എടുക്കാം. രണ്ടാമത്തെ ചോദ്യം, ദ ഓൾഡ് മാൻ ഡൈഡ് ഡാഷ് ക്യാൻസർ. ദ ഓൾഡ് മാൻ ഡൈഡ് ഡാഷ് ക്യാൻസർ. ഫ്രം ഓപ്ഷനിലുണ്ട്, ഓഫ് ഓപ്ഷനിലുണ്ട്, ഇന്നുണ്ട്, അതുപോലെ ഫോർ ഉണ്ട്. ഡൈഡിനോടൊപ്പം ഓഫ് ചേർത്ത് പറയാറുണ്ട്, ഡൈഡ് ഫ്രം എന്ന് പറയാറുണ്ട്, ഡൈഡ് ഇന്നെന്ന് പറയാറുണ്ട്, ഡൈഡ് ഫോർ എന്ന് പറയാറുണ്ട്. ഡൈഡ് ഓഫ് പറയാറുണ്ട്, ഡൈഡ് ഫ്രം പറയാറുണ്ട്, ഡൈഡ് ഇന്ന് പറയാറുണ്ട്, ഡൈഡ് ഫോർ പറയാറുണ്ട്. അസുഖം മുഖേനയാണ് മരണപ്പെട്ടത് എന്ന് പറയാൻ ഡൈഡ് ഓഫ് പറയുന്നു. ഡാഷ് കഴിഞ്ഞ് ഒരു അസുഖത്തിൻ്റെ പേരാണ് കിടക്കുന്നതെങ്കിൽ ഡൈഡ് ഓഫ് ഉത്തരമായിട്ട് വരുന്നു. ഓവർ ഈറ്റിംഗ് മുഖേനയാണ് മരണപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡൈഡ് ഫ്രം പറയുന്നു. ഡാഷ് കഴിഞ്ഞ് ഓവർ ഈറ്റിംഗ് എന്നാണ് കിടക്കുന്നതെങ്കിൽ ഡൈഡ് ഫ്രം എന്ന് പറയുന്നു. ആക്സിഡൻറ്റ് മുഖേനയാണ് മരണപ്പെട്ടതെന്ന് പറയാൻ ഡൈഡ് ഇന്ന് പറയുന്നു. അതുപോലെ ഡാഷ് കഴിഞ്ഞ് കിടക്കുന്നത് രാജ്യത്തിന് വേണ്ടി മരിച്ചു, ഇപ്പോൾ പട്ടാളക്കാരൊക്കെ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡൈഡ് അവർ കൺട്രി എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ഡൈഡ് കഴിഞ്ഞിട്ട് എന്ത് കിടക്കുന്നു? ക്യാൻസർ ആണ് കിടക്കുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അസുഖമാണ്. അതുകൊണ്ട് നമുക്ക് ഏത് പറയുന്നു? ഡൈഡ് ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉത്തരമായിട്ട് വരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഐ കനോട്ട് പാർട്ട് ഡാഷ് മൈ ഫ്രണ്ട്സ്. ഐ കനോട്ട് പാർട്ട് ഡാഷ് മൈ ഫ്രണ്ട്സ്. വിത്ത് ഉണ്ട്, ഫ്രം ഉണ്ട്, ഇന്നുണ്ട്, ഓഫ് ഉണ്ട്. പാർട്ട് എന്ന വാക്കിനോടൊപ്പം ഫ്രം ചേർത്ത് പറയാറുണ്ട്, വിത്ത് ചേർത്ത് പറയാറുണ്ട്. പാർട്ട് ഫ്രം എ പേഴ്സൺ, പാർട്ട് വിത്ത് എ തിങ്. ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രം ചേർത്ത് പറയുക. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു വസ്തുവിനെ കുറിക്കുന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചേർത്ത് പറയുക? വിത്ത് ചേർത്ത് പറയുക. ഇവിടെ നമുക്ക് പാർട്ട് കഴിഞ്ഞിട്ട് എന്ത് കിടക്കുന്നു? ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, മൈ ഫ്രണ്ട്സ്, ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്ക്. അതുകൊണ്ട് നമുക്ക് ഏത് ഉത്തരം വരുന്നു? ഫ്രം എന്ന ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. നാലാമത്തെ ചോദ്യം, ഷീ റൈറ്റ്സ് ഡാഷ് എ പെൻ. ഷീ റൈറ്റ്സ് ഡാഷ് എ പെൻ. വിത്ത് ഓപ്ഷനിലുണ്ട്, ഇന്നുണ്ട്, ഓഫ് ഉണ്ട്, അറ്റുണ്ട്. റൈറ്റ്സ് എന്ന വെർബിനോടൊപ്പം വിത്ത് ചേർത്ത് പറയാറുണ്ട്, ഇന്ന് ചേർത്ത് പറയാറുണ്ട്. റൈറ്റ് വിത്ത് എന്നും പറയാറുണ്ട്, റൈറ്റ് ഇന്നെന്നും പറയാറുണ്ട്. അപ്പോൾ വിത്ത് ചേർത്ത് പറയണമെങ്കിൽ ഡാഷ് കഴിഞ്ഞ് പെന്ന് അല്ലെങ്കിൽ പേന ഉപയോഗിച്ച് എഴുതുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് റൈറ്റ് വിത്ത് പറയുന്നു. എന്നാൽ മഷിയും കൂടെ ചേർത്താണ് പറയുന്നത്, ആ പേനയുടെ കളറും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്, മഷിയുടെ കളറും കൂടെ ചേർത്താണ് പറയുന്നതെങ്കിൽ, ഇങ്കും കൂടെയാണ് പറയുന്നതെങ്കിൽ ഏത് ചേർത്ത് പറയുക? റൈറ്റ് ഇന്നും കൂടെ ചേർത്ത് പറയുക. അപ്പോൾ നമുക്ക് പറയാം എന്ത് ചെയ്യുന്നു? ഡാഷ് കഴിഞ്ഞിട്ട് എ പെൻ എന്നാണ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഏത് പറയാം? വിത്ത് പറയാം. എന്നാൽ ഡാഷ് കഴിഞ്ഞിട്ട് ബ്ലൂ ഇങ്ക് എന്നാണ് കിടക്കുന്നത്, ബ്ലൂ ഇങ്ക് പെൻ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഏത് ചേർത്ത് പറയുക? ഇന്ന് ചേർത്ത് പറയുക. ആ പേനയുടെ മഷിയുടെ കളറും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചേർത്ത് പറയുക? ഇന്ന് ചേർത്ത് പറയുക. അപ്പോൾ നോക്ക്, ഇവിടെ ഡാഷ് കഴിഞ്ഞിട്ട് എ പെൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ചേർക്കാം? പെന്നെന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ വിത്ത്. അപ്പോൾ നമുക്ക് ഏത്? ഓപ്ഷൻ എ, വിത്ത് എന്ന ഉത്തരത്തിലേക്ക് എത്തുന്നു. മൈ ഗ്രാൻഡ് മദർ സിറ്റ്സ് ഡാഷ് എ ചെയർ. മൈ ഗ്രാൻഡ് മദർ സിറ്റ്സ് ഡാഷ് എ ചെയർ. ഓപ്ഷനിൽ ഇന്നുണ്ട്, ഓണുണ്ട്, വിത്തുണ്ട്, അറ്റുണ്ട്. സിറ്റ്സിനോടൊപ്പം ഓണ് ചേർത്ത് പറയാറുണ്ട്, ഇന്ന് ചേർത്ത് പറയാറുണ്ട്. സാധാരണ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സിറ്റ്സ് ഓണെന്നും, എന്നാൽ ആം ചെയറിലാണ് ഇരിക്കുന്നത്, ഡാഷ് കഴിഞ്ഞിട്ട് ആം ചെയർ എന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മളവിടെ ഇന്നും ചേർത്ത് പറയണം. ആം ചെയർ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഇന്ന്, ചെയർ എന്നാണ് കിടക്കുന്നതെങ്കിൽ സിറ്റ് ഓൺ എന്ന് പറയണം. ഇവിടെ നമുക്ക് ഇവിടെ ചെയർ എന്നാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഏത് ചേർക്കാം? ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉത്തരമായിട്ട് വരുന്നു.